ഞങ്ങളിന്ന് ഞാനും കുരുങ്ങനും കൂടി നമ്മൾ ഈ കാണുന്നൊരു പാടത്ത് ഞങ്ങൾ രാവിലെ നോക്കാൻ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളായി മീൻ പിടിക്കാൻ പോയിട്ട് പറഞ്ഞാൽ എല്ലാ പാടവും വെള്ളം കയറ്റിയിട്ടിരിക്കുക. ചില പാടങ്ങളൊക്കെ പറ്റുന്നുള്ളൂ, പറ്റി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു പാടമായിരുന്നു ഇത് ആദ്യം പറ്റി. ഇതിനകത്ത് ഞങ്ങൾ വന്നപ്പോൾ വെള്ളമുണ്ട്, ഈ ചട്ടിത്തലയും കൂരി ഇഷ്ടം പോലെ ഉണ്ട്. അന്നേരം വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു ചേട്ടച്ചാർ അവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു പാടത്ത്. അന്നേരം അതിനകത്ത് ഈ കൂരി കിടപ്പുണ്ട്, ഈ ചട്ടിത്തലയും കൂരി എന്ന് പറഞ്ഞ്. ഈ കൂരി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നാൽ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം എടുത്തോളാൻ പറഞ്ഞു. പുള്ളി വീട്ടിൽ പോയി ബക്കറ്റൊക്കെ എടുത്തോണ്ടെന്ന് കൂട് പൊക്കി കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനങ്ങനെ മറ്റൊരാളുടെ മീൻപിടുത്തമോ കാര്യങ്ങളോ ഞാൻ ഇങ്ങനെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇതുവരെയായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്കെന്താണോ കിട്ടുന്നത്, ഞങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് മാത്രമേ നമ്മുടെ വീഡിയോ ഉള്ളൂ. അന്നേരം ഇങ്ങനെ വന്നപ്പം യാദൃശ്യമായിട്ട് പുള്ളി പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്, എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തു. അന്നേരം ഞാൻ ആ മീൻ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വരാലുണ്ടോ? സിലോപ്പിയ, നല്ല സിലോപ്പിയ. അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അല്ല ഈ മൂന്നെണ്ണം ഉണ്ടല്ലേ? തലവെട്ടാൻ പറ്റിയ കൂരിയാണ്. നമ്മുടെ ഒരു ചേട്ടച്ചാര കേട്ടോ, ഒരു സുഹൃത്തു കൂടിയാണ്. പുള്ളിയുടെ കൂടിനകത്ത് കിട്ടിയതാ സിലോപ്പി. 3 സിലോപ്പി ഉണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർ മോട്ടറിൻ്റെ. എതിലാന്ന് എനിക്കറിയോ, ഈ ചെറിയ 2 സിലോപ്പി ഉണ്ടോ? ഊപ്പ പോകുന്നത് നല്ലതാ. ഊപ്പ ഉണ്ടായിരുന്നു, ഇതിനകത്ത് നിറച്ചിരിക്കുമായിരുന്നു. ഇത് ഇപ്പൊ കുഴപ്പമില്ലാത്ത കൂരിയാ കിടക്കുന്നത്. ഇത് വെട്ടിയെടുത്താൽ കറി വെക്കാം, കുഴപ്പമില്ല. വലിയ വരാല് 4 ഉണ്ട്, 2 കിലോ വെച്ചാൽ. അതെ, വരാല്. അതിനകത്ത് വലിയ വരാലെന്ന് പറഞ്ഞാലേ ഇത്രയുള്ള 2-3 ചെറിയ വരാക്കണ്ണനുണ്ട്. വരാക്കണ്ണ അതിനകത്ത് 2-3 ഉണ്ട്. പിന്നെ അണ്ണൻ രാവിലെ ഒന്ന് നോക്കിയപ്പോൾ 1 കൂരിയേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം അത്യാവശ്യം ഒരു കറിക്കുള്ള കൂരി. തല വെട്ടിക്കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് 2 കഷ്ണമൊന്നും ആക്കാൻ പറ്റത്തില്ല. തല വെട്ടിയാൽ അത് കൂരി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇല്ലേ, ഈ മുളക് വെക്കാൻ തരുന്ന നല്ല കിഴുക്കൻ ടേസ്റ്റ് സാധനം ഈ കൂരി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചട്ടിത്തലയും കൂരി എന്ന് പറയും. ഈ ചില്ലാനല്ല, പാണം ചില്ല അല്ല, കൂരി. പിന്നെ അതിനകത്ത് 2-3 സിലോപ്പി ഉണ്ട്. ഒരെണ്ണം ഒരു നല്ല വലിയ സിലോപ്പി ഉണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് മീൻപിടുത്തവും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെ നോക്കാൻ വന്നായിരുന്നു, ഈ പാടത്ത് നോക്കാൻ വന്നായിരുന്നു. ഈ പാടം നിറച്ച് കൂരി കുഞ്ഞുങ്ങളാണ്. അതിനകത്ത് ഏറ്റവും നല്ല കുഴപ്പമില്ലാത്ത കൂരിയാണ് ഇതിനകത്ത് ഉടക്കി കിടക്കുന്നത്. ഇതെങ്ങനെ ഇറക്കുവാണോ ഇതിനകത്ത്? നാക്കഴിച്ച് അവിടെ ഊട്ടയുണ്ടോ? 2 സൈഡിലും നാക്ക് വെച്ച കൂടാ. ഇത് കണ്ട, ഈ കൂരിയാണ് ഇതിനകത്തുള്ളത്. അധികം വലിപ്പമൊന്നുമില്ല, എന്നാൽ ഒന്നൊറ്റയൊക്കെ ഉള്ളു വലുത്. അവിടെ വിടണ്ടായിരുന്നു, തോട്ടി വിട്ടിരുന്ന് പിന്നെയും വലുതായിരുന്നു വരാക്കുഞ്ഞിന്. ഇതണ്ട, പാടന്ന് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്, മൊത്തം കൊക്കെല്ലാം ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് കൂരിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലുണ്ട്. ചെറിയ കൂരിക്കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. നമ്മൾ വലയായിട്ട് വന്നതാണ്. 1 മാസത്തോളമായിരുന്നു നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട്. ഈ കാണുന്ന പുറകെ കാണുന്ന തോട്ടിലും നല്ല വെള്ളമാണ്. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല രീതിയാണ്. നമുക്ക് വല വെച്ചൊരു പരിപാടി നടക്കത്തില്ല. അത് തന്നെയല്ല, വെച്ചാൽ ഇത്തരം വെള്ളത്തിൽ നമുക്ക് മീൻ കിട്ടാൻ പാടാണ്. മീൻ അങ്ങനെ ഒതുങ്ങി നിൽക്കത്തുമില്ല. ഇന്ന് ഞാനും കുരുന്നും കൂടി വന്നു. കുരുന്നും കണ്ടം മൊത്തം കറങ്ങി അടിച്ച് തപ്പിയിട്ടൊക്കെ വന്നതാണ്.
അതൊക്കെ നല്ല കൂരിയല്ലേ? കറക്റ്റ് തലവെട്ടി എടുക്കാണ്. അത് വെട്ടി പെറക്കിയിട്ട് ബാക്കി പെറുക്കിട്ടോ എടുക്കാനുള്ള ശരി ചെമ്പല്ലി കുഞ്ഞുണ്ട്. ഒരു വലിയ സിലോപ്പി ഉണ്ടായിരുന്നു. ഇതായിരുന്നു കൂട്ടത്തിൽ വലിയ സിലോപ്പി. ആ സിലോപ്പിനെ ഒന്നെടുത്ത് പൊക്കി കാണിക്കണം. ഇപ്പോഴത്തെ മീനിൻ്റെ വില വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു 500 രൂപയുടെ മീനുണ്ട് എന്ന് പറഞ്ഞാൽ മത്തിക്കാണ് 400 രൂപ വിലയെങ്ങാണ്ടോ. ഈ ചാള ചില സ്ഥലത്ത് ചാളയെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ 400 രൂപ വിലയായിരുന്നു മത്തിക്കും അയിലയ്ക്കും. ഞങ്ങളൊന്നും പിന്നെ കടപ്പുറത്തെ മീൻ അധികം മേടിക്കാഞ്ഞുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് പോയില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെയല്ലേ കറക്കി കുത്തി ഞങ്ങൾ വീട്ടിലേക്കുള്ള കറിക്കുള്ള ഞങ്ങൾ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ചൂണ്ടയിട്ടൊക്കെയാണ് പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. അന്നേരം ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഇത് നമുക്ക് ഐസിനകത്ത് നമ്മുടെ ജീവനോട് കിട്ടിയ മീനാണ്. അന്നേരം അതിന് വേറെ കേടുപാട്. നമ്മുടെ മീൻ എപ്പോഴും ഫ്രഷായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ കൂടി വന്ന ചില മീൻ മാത്രമേ നമ്മൾ ഐസ് ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് ചാകുന്ന കരിമീൻ, വാള, സിലോപ്പി, പിന്നെ ഈ വളർത്തു മീനായാലും ഇപ്പോൾ ഈ അല്പപ്രാണിയെ കുറുവ ഇങ്ങനെയുള്ള മീനൊക്കെ നമ്മൾ ഐസ് ചെയ്യത്തുള്ളൂ. ബാക്കി കാരി, ചെമ്പല്ലി ഇങ്ങനെയൊക്കെയുള്ള മീനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാകത്തുമില്ല. കാരിയൊക്കെ ആണെങ്കിലും ചെമ്പല്ലിയൊക്കെ ആണെങ്കിലും ദിവസങ്ങളോളം നമ്മുടെ വെള്ളത്തിലിട്ടൊക്കെ കിടക്കുകയും ചെയ്യും. എന്നാൽ ചെറിയ സിലോപ്പിയല്ല നേരെ വെള്ളത്തിൽ കളയുക. സിലോപ്പിയെന്ന് മറ്റേ കൂരി ഇതുണ്ട്. ഈ തോട്ടിയും മിന്തുന്ന മൊത്തം കൂരിയാണ്. ഇതെന്താ റോയണ്ണ കൂടാ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കണ്ടത്. അന്നേരം റോയണ്ണ അങ്ങനെ പ്രൊഫഷണൽ മീൻപിടുത്തക്കാരനൊന്നുമല്ല. റോയണ്ണ കറിക്ക് വേണ്ടി വെച്ചേക്കും കൂടായിരുന്നു. അതിനകത്താണ് കുറച്ച് മീൻ കിട്ടിയത്. ഇപ്പോഴത്തെ മീനിൻ്റെ വില വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നേട്ടമാണ്. ഭയങ്കര വില ഇപ്പം മീൻ. അന്നേരം എൻ്റെ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.